ദേവായ. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി ജയ യശോദനന്ദന വ്രജ ജനരഞ്ജന യശോദനന്ദന വ്രജ ജനരഞ്ജന യമുന തീര വനചാരി ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശില പ്രഭുപാദ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ് നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ നിതായ് ഗൗര ഹരി ബോൾ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ശില പ്രഭുപാദ് കി ജയ, ശില ഗുരുദേവ് കി ജയ. നിതായ് ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഇന്ന് നമ്മളിപ്പോ നോക്കാൻ പോണത് ഭാഗവതത്തിലെ ശ്ലോകം 1.8.24. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ്. ചെറുതായിട്ട് നല്ലൊരു കോൾഡ്, നന്നായിട്ടൊരു കോൾഡ് പിടിച്ചിരിക്കുക, അതുകൊണ്ടാണ്. ഹരേ കൃഷ്ണ. ഇവിടെ കുന്തിദേവിയുടെ പ്രാർത്ഥനകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ ഭഗവാൻ ദ്വാരകയിലേക്ക് പോകാനായിട്ട് നിൽക്കുമ്പോഴാണ് കുന്തിദേവി ഓടി വന്നിട്ട് ഭഗവാനോട് പറയണതാണ് അല്ലെ, കുന്തിദേവിയുടെ ഓരോരോ ഉണ്ടായ കാര്യങ്ങളെ കുറിച്ചും കുന്തിദേവി ഭഗവാൻ എങ്ങനെ വിട്ടുപോയാൽ എന്താ ഉണ്ടാവുക എന്നുള്ളതും. അപ്പൊ കുന്തിദേവിയുടെ ആ പ്രാർത്ഥനയുടെ മുഖ്യം എന്താന്ന് വെച്ചാൽ നമ്മള് ഭഗവത്ഗീതയിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഭഗവാൻ പറയുന്നുണ്ട് സ്ത്രീകള്, ശൂദ്രര്, കുട്ടികള്, അപ്പൊ അവർക്കൊന്നും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇവിടെ കുന്തിദേവിയാണ് ഭഗവാനെ ആദ്യം തന്നെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. കാരണം സ്ത്രീ എന്ന് പറയുന്നതല്ല ആ ഒരു മഹത്വം. ഭഗവാനെ മനസ്സിലാക്കിയാൽ അവരെല്ലാവരും മഹാത്മാക്കളാണ്. അതിനവിടെ സ്ത്രീ എന്നോ കുട്ടികളെന്നോ ശൂദ്ര, കുട്ടിയാണല്ലേ നമ്മുടെ ധ്രുവ മഹാരാജാവ് കുട്ടിയായിരുന്നു, പ്രഹ്ലാദൻ മഹാരാജാവ് കുട്ടിയായിരുന്നു. അതെ. അപ്പൊ അവർക്ക് എല്ലാവർക്കും ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുമ്പോൾ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് ഭഗവാനെ അറിയാനോ ഭഗവാന്റെ കാര്യങ്ങളിലേക്ക് സേവനം ചെയ്യണേനോ നമ്മുടെ പ്രായം ഒരു തടസ്സമല്ല. അതാണ് ഇവിടെ നമ്മള് അതുപോലെ തന്നെ നമ്മള് ആണാണോ പെണ്ണാണോ അതൊന്നും നമുക്ക് ഇവിടെ ബാധകമല്ല എന്ന് ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. അപ്പൊ അവിടെയാണ് കുന്തിദേവിയുടെ മഹത്വം. കുന്തിദേവി ഇവിടെ നമ്മൾക്ക് പറഞ്ഞു തരേണ്ടത് നമ്മൾ കേട്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നാലും കുന്തിദേവി അത് വീണ്ടും ഭഗവാനോട് പറയാണ്. ഏതൊക്കെ സമയത്താണ് എന്നെ ഭഗവാൻ രക്ഷിച്ചിട്ടുള്ളത് എന്നാണ് ഇവിടെ നമുക്ക് പറയാൻ പോണത്. നമുക്ക് അപ്പൊ ആ ശ്ലോകത്തിലേക്ക് കടക്കാം. അതായത് ശ്ലോകം 24. വിഷാൻ മഹാഗ്നേ പുരുഷ അദദർശനാത് അസത് സഭായാ വനവാസ കൃശ്ചത മൃദേമരഭാരദാസ്ത്രദോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷിത. വിഷാൻ മഹാഗ്നേ പുരുഷാദദർശനാത് അസത് സഭായാ വനവാസ കൃശ്ചത മൃദേനേകമരഹാരഥാസ്ത്രോ ദ്രൗണ്യസ്ത്രതശ്ചാസ്മ ഹരേഭിരക്ഷത. ഏതെല്ലാം വിപത്തുകളിൽ നിന്നാണ് ഭഗവാൻ കുന്തിദേവിയെ രക്ഷിച്ചത്, അല്ലെങ്കിൽ കുന്തിദേവിയെ മക്കളെ രക്ഷിച്ചതെന്നാണ് ഇവിടെ
കുന്തിദേവി പറയണത്. നമുക്ക് ഈ ശ്ലോകത്തിലൂടെ കുന്തിദേവി പറയണത്. ഓം നാരായണ നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതി വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം മുഖം കരോതി വാചാലം ഭംഗം ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാത്മമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഓം അജ്ഞാനതിഗ്രാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നമോ ഭഗവതേ വാസുദേവായ. ഒരു ശ്ലോകം വായിക്കാണ്. വിഷാൻ മഹാഗ്നേ പുരുഷാദ അദർശനാത് അസത് സഭായ വനവാസ കൃശ്ചത. വിഷാദ് അതായത് വിഷത്തിൽ നിന്നും, അഗ്നേ മഹാഗ്നിയിൽ നിന്നും, പുരുഷ അത നരഭോജികൾ, ദർശനാത് പോരാടി, അസത് ദുർവൃത്തമായ സഭായ സഭ. അസത് സഭായ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദുര്യോധനന്റെ എല്ലാം ആ രാജ്യസഭയിൽ വെച്ചുണ്ടായിട്ടുള്ള കുന്തി ദേവിക്കും മക്കൾക്കും ഉണ്ടായിട്ടുള്ള അപമാനം, ദ്രൗപദിയെ അവരെ അപമാനിക്കുന്നത് അല്ലെ, അതാണ് ഇവിടെ അസത് സഭായ. മൃദേ അനേക മഹാരഥാസ്ത്രതോ. മൃദേ അതായത് ഭഗവാന്റെ ഇച്ഛപ്രകാരം നടന്ന ആ കുരുക്ഷേത്ര യുദ്ധത്തില് ഓരോ പ്രാവശ്യവും ഓരോ മഹാരഥന്മാര് ചെയ്തപ്പോഴും അസ്ത്രങ്ങളും ആയുധങ്ങളും എടുത്തപ്പോഴും എന്താ ഉണ്ടായേ? ഭഗവാൻ അവരെ എപ്പോഴും രക്ഷിച്ചു. ദ്രൗണ്യാസ്ത്ര പശ്ചാത് അല്ലെ, ദ്രൗണ്യാസ്ത്ര ച അസ്മാത്. അതായത് എന്താ പറയാ, ദ്രൗണി ആരാണ്? നമ്മുടെ ദ്രോണാചാര്യന്റെ പുത്രനായ അശ്വത്ഥാമാവ്. അശ്വത്ഥാമാവ് നമുക്കറിയാം, നമ്മൾ ഇത്രയും പഠിച്ചു വന്നതാണ്. എന്താ പറയാ, ഇല്ലാണ്ടാക്കണം എന്ന് പറഞ്ഞു വിട്ട ആ അസ്ത്രം, അത് വന്നിട്ട് അവസാനം ഉത്തരയുടെ ഗർഭത്തിലേക്ക് വരെ വിട്ടു അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് ഭഗവാൻ എന്താ ചെയ്തത്? ഇവരെ രക്ഷിച്ചു. അസ്ത്രത ച ആയുധത്തിൽ നിന്നും, അസ്മാത് ഭൂതകാലത്തെ സൂചിപ്പിക്കുന്നു. ഹരേ അല്ലയോ എന്റെ ഭഗവാനെ, അഭിരക്ഷത പൂർണ്ണമായി സംരക്ഷിക്കപ്പെട്ടു. അപ്പോ കുന്തിദേവി പറയാണ്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്. അതായത് ഇതില് നമുക്ക് പ്രഭുപാദ ഭാവാർത്ഥത്തിൽ അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ വിവർത്തനത്തിൽ എന്താ പറയണെന്ന് നോക്കാം. എന്റെ എത്രയും പ്രിയപ്പെട്ട കൃഷ്ണ, വിഷമയമായ മധുരപലഹാരത്തിൽ നിന്നും, മഹാഗ്നിയിൽ നിന്നും, നരഭോജിയിൽ നിന്നും, ദുർവൃത്തമായ സഭയിൽ നിന്നും, വനവാസ കാലഘട്ടത്തിലുണ്ടായ വിഷമതകളിൽ നിന്നും, മഹാരഥന്മാർ യുദ്ധം ചെയ്ത പോർക്കളത്തിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. ഇപ്പോൾ അശ്വത്ഥാമാവിന്റെ അസ്ത്രത്തിൽ നിന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. ഭാവാർത്ഥം. ശ്രീല പ്രഭുപാദിക്ക് ജയ്. അഭിമുഖീകരിക്കപ്പെട്ട വിപത്തുകളുടെ ഒരു പട്ടിക ഇവിടെ നൽകിയിരിക്കുന്നു. അസൂയാലുവായ തന്റെ സഹോദരനാൽ ദേവകി ഒരിക്കൽ ക്ലേശത്തിൽ അകപ്പെട്ടു. അല്ലാത്ത പക്ഷം അവർ നല്ല നിലയിലായിരുന്നു. എന്നാൽ കുന്തിദേവിയും അവരുടെ പുത്രന്മാരും ഒന്നിനു പിറകെ മറ്റൊന്ന് എന്ന ക്രമത്തിൽ വർഷങ്ങളോളം വിപത്തുകളിലേക്ക് തള്ളപ്പെട്ടു. രാജ്യം ഹേതുവായി ദുര്യോധനനും കൂട്ടരും അവരെ ആപത്തിൽ പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ ഓരോ തവണയും ഭഗവാനാൽ കുന്തിപുത്രർ സംരക്ഷിക്കപ്പെട്ടു. ഒരിക്കൽ ഭീമന് വിഷമയമായ മധുരപലഹാരം നൽകപ്പെട്ടു. ഒരിക്കൽ അവരെ അരക്ക് മാളികയിൽ വസിക്കാൻ ഇടയാക്കുകയും അതിനെ അഗ്നിക്കിരയാക്കുകയും ചെയ്തു. മറ്റൊരിക്കൽ ദ്രൗപദിയെ കൗരവസഭയിൽ വലിച്ചിഴച്ചു കൊണ്ടുവരികയും വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഭഗവാൻ അളവറ്റ വസ്ത്രം പ്രദാനം ചെയ്ത ദ്രൗപദിയെ രക്ഷിച്ചതിനാൽ ദുര്യോധനനും കൂട്ടരും അവളെ വിവസ്ത്രയായി കാണുന്നതിൽ പരാജയപ്പെട്ടു. അതേപോലെ വനവാസകാലത്ത് ഭീമന് നരഭോജിയായ ഹിഡിംബൻ എന്ന രാക്ഷസനുമായി യുദ്ധം ചെയ്യേണ്ടി വന്നപ്പോൾ ഭഗവാൻ ഭീമനെ സംരക്ഷിച്ചു. അവിടം കൊണ്ട് ഇത് അവസാനിച്ചിട്ടില്ല. ഈ വിഷമതകൾക്കെല്ലാം ശേഷം കുരുക്ഷേത്ര യുദ്ധത്തിലെ മഹായുദ്ധം നടക്കുകയുണ്ടായി. യുദ്ധത്തിൽ അർജുനന് വീരയോദ്ധാക്കളായ ദ്രോണർ, ഭീഷ്മർ, കർണൻ തുടങ്ങിയ എല്ലാ മഹാരഥന്മാരോടും പൊരുതേണ്ടതായി വന്നു.
ഒടുവിൽ എല്ലാം സമാപ്തമായ ശേഷം ഉത്തരയുടെ ഗർഭത്തെ ശിശുവിനെ വധിക്കാനായി ദ്രോണപുത്രനായ അശ്വത്ഥാമാവിന് ബ്രഹ്മാസ്ത്രത്തിൽ നിന്നും ഭഗവാൻ കുരു വംശത്തിലെ ഏകാവശേഷ സന്താനമായ പരീക്ഷിത മഹാരാജാവിനെ സംരക്ഷിച്ചു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ഇവിടെ നമ്മളോട് കുന്തി മഹാറാണി എന്താ പറയണത്? ഓരോ പ്രശ്നം എങ്ങനെയാണ് നേരിടേണ്ടി വന്നത് ജീവിതത്തില്. നമുക്കറിയാം, കുന്തി ചെറിയ കാലം തൊട്ട് തന്നെ, ചെറുപ്പത്തിലെ കുന്തി ദേവിക്ക് ദുർവാസാവിനെ വേണ്ട വിധം പരിചരിച്ചപ്പോൾ അദ്ദേഹം കുന്തി ദേവിക്ക് 6 വരങ്ങൾ കൊടുക്കുന്നുണ്ട്. ആ 6 വരം പ്രാർത്ഥിക്കുന്നത് ആരെയാണോ അതിൽ നിന്ന് ഒരു പുത്രൻ ജനിക്കും എന്ന് പറയും. അങ്ങനെ കുന്തി ദേവി എന്ത് ചെയ്യും? നമ്മളെല്ലാവരും സാധാരണ ചെയ്യണ പോലെ തന്നെ ഒരു പരീക്ഷണം, എന്താണ് അതിൽ വല്ലത് ശരിയാണോ? അന്ന് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോ കുന്തി ദേവിക്ക് ആ മന്ത്രങ്ങളെല്ലാം ഒന്ന് അറിയണം, ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി കുന്തി ദേവി ആദ്യം കൊടുത്ത മന്ത്രം സൂര്യനെ ഉപാസിക്കുന്നതായിരുന്നു. ആ മന്ത്രം ജപിച്ച് അതിൽ നിന്ന് കർണൻ നിറഞ്ഞൊരു കുട്ടി ഉണ്ടാവുക. കുട്ടി ഉണ്ടായപ്പോഴാണ് കുന്തി ദേവിക്ക് ആ മന്ത്രത്തിന്റെ മഹത്വം മനസ്സിലാവണത്. പക്ഷെ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കല്യാണം കഴിയാണ്ട് ഒരു കുട്ടിയെ പ്രസവിക്കുക എന്ന് പറയുന്നത് കുന്തി ദേവിക്കും ആ കുടുംബത്തിനും എല്ലാം അപമാനമാണ്. അങ്ങനെ കുന്തി ദേവി ആ കുട്ടിയെ ഒഴുക്കും. നമുക്കറിയാവുന്ന കഥയാണ്. ഒരു പേടകത്തിൽ ഒഴുക്കിയിട്ട് അത് ആ പേടകം അറിയാനും ഇവർക്ക് കിട്ടണതും എന്താ സൂതനായ അവർക്ക് കിട്ടണതും അങ്ങനെ സൂതപുത്രനായിട്ട് മാറുകയാണ് കർണൻ. അപ്പോ അങ്ങനെ വരുന്ന ആ ഇതിനെ പറ്റിയൊന്നും ആ സമയത്തൊന്നും കുന്തിക്ക് ഇതിനെ പറ്റിയൊന്നും അറിയുന്നില്ല. അത് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടായേ? പാണ്ഡുവിനെ കല്യാണം കഴിച്ചു. പാണ്ഡുവിനെ കല്യാണം കഴിക്കുമ്പോഴാണ് പാണ്ഡുവിന് ഒരു മഹർഷിയും ഭാര്യയും കൂടെ മാനായിട്ട് കളിക്കുകയാണ്. ആ മാനായിട്ട് കളിക്കണ കാണുമ്പോ പാണ്ഡു നായാട്ടിന് പോയപ്പോ പാണ്ഡുവിനെ അറിയില്ലല്ലോ അവര് മൃഗങ്ങളാണെന്ന്, അല്ലെ? പാണ്ഡു എന്ത് ചെയ്തു എന്ന് വെച്ചാല്, അല്ല മഹർഷിമാരാന്ന് അറിയില്ലല്ലോ, പാണ്ഡു അവരെ അസ്ത്ര ചെയ്തു. അങ്ങനെ അവര് മരിക്കുകയാണ് രണ്ടാൾ. അപ്പോ അവര് എന്ത് ചെയ്തു? പാണ്ഡുവിനെ ശപിച്ചു. അതായത് ഇണ ചേർന്നാൽ നീയും മരിക്കും എന്ന്. അത് ആ സമയത്ത് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. മാദ്രിയും കുന്തിയും കല്യാണം കഴിച്ചു എന്നല്ലാണ്ട് കുട്ടികളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പാണ്ഡുവിന് മനസ്സിലാവാണ് ഇനി ഈ ജീവിതം ഇവിടെ നിന്നാൽ പ്രശ്നങ്ങളാണ്. കാരണം ഭൗതികതയിൽ നമ്മൾ എത്രത്തോളം നിൽക്കണോ അത്രത്തോളം നമ്മളിലേക്ക് പ്രശ്നങ്ങൾ കൂടും. അപ്പൊ ഒരു തരത്തിൽ പറഞ്ഞാൽ സന്യാസം പോലെ സ്വീകരിച്ചിട്ട് പാണ്ഡു ഭാര്യമാരെ കൂട്ടി വനവാസത്തിന് പോവാണ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് എന്താ പറയാ കുന്തി ദേവിക്ക് കുട്ടികളെല്ലാം ഉണ്ടാവുകയാണ്. അപ്പോ ആ സമയത്ത് പാണ്ഡു ഒരു ധൃതരാഷ്ട്ര രാജാവാണ്. ധൃതരാഷ്ട്ര രാജാവായിട്ട്, കാരണം പിന്നെ ധൃതരാഷ്ട്ര കണ്ണില്ലെങ്കിലും പിന്നെ ആവേണ്ടത് ധൃതരാഷ്ട്രാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ദുര്യോധനാണ് ധൃതരാഷ്ട്രരുടെ പിൻഗാമിയായിട്ട് വരേണ്ടത്. അപ്പൊ പാണ്ഡു കുന്തി ദേവിയോട് അഭ്യർത്ഥിച്ചിട്ടാണ് കുന്തി ദേവിക്ക് യുധിഷ്ഠിരൻ, അർജുനൻ, ഭീമൻ അർജുനനും, മാദ്രിക്ക് നകുല സഹദേവനും അങ്ങനെ കുട്ടികളെ ഉണ്ടാവാണ്. കുട്ടികളെ ഉണ്ടായി കഴിഞ്ഞിട്ട് അവര് അവിടെ സന്തോഷമായിട്ട് ജീവിച്ചിരിക്കുന്നതിൻ്റെ ഇടയില് ഈ ഭൗതികത എന്ന് പറയുന്നത്, നമ്മൾ എത്ര സന്യാസം എടുത്താലും എത്ര ഭഗവാനെ വിളിച്ചാലും എപ്പോ വന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നൊന്നും നമ്മൾ അറിയില്ല. നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മളെല്ലാം ഇതിൽ നിന്നെല്ലാം കുറെയല്ല നമ്മൾ പറയൂലേ, കുറെയൊക്കെ എനിക്കിപ്പോ എല്ലാം ഉപേക്ഷിക്കാനും എല്ലാത്തിനൊക്കെ പറ്റുന്നുണ്ട്. ഈ പറ്റുന്നു എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളെ മായ എപ്പോഴാ കിട്ടിക്കാന്നറിയില്ല. അതേപോലെ ഉണ്ടായതാണ് പാണ്ഡുവിന് ഒരു ആഗ്രഹം വരെയാണ് ഇങ്ങനെ മാദ്രി ആയിട്ട്. അങ്ങനെ പാണ്ഡു മരിക്കുമ്പോ മാദ്രി ആണല്ലോ അതിന് കാരണം എന്ന് പറഞ്ഞ ആ അമ്മ ജീവത്യാഗം ചെയ്യും. അപ്പൊ എന്തായി? കുന്തി തന്നെ വേണം ഈ 5 കുട്ടികളെ വളർത്താനായിട്ട്. അപ്പൊ കുന്തി ദേവിക്ക് ഈ 5, അതായത് അത്രയും സ്ട്രോങ് ആണ് ആ അമ്മ. അല്ലെങ്കിൽ അവര് അത്രത്തോളം ഭഗവാനില്, അപ്പൊ ഭഗവാൻ എന്ന് പറയുന്നത് കുന്തി ദേവിയുടെ തന്നെ, കുന്തി ദേവി ഭഗവാന്റെ അച്ഛമ്പങ്ങളാണ്. അപ്പൊ ഭഗവാന്റെ ചരിത്രങ്ങൾ മുഴുവനും കുന്തി ദേവിക്കും അറിയാം. കാരണം ചെറിയ കുട്ടിയായത് വന്നതും എന്താണ് ഭഗവാന്റെ ഉദ്ദേശം എന്നെല്ലാം കുന്തി ദേവിക്ക് അറിയുന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന ആ സമയത്ത് കുന്തി ദേവിക്ക് ആ കുട്ടികളെ വെച്ച് എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുമ്പോഴാണ് അവരെ ഇവിടേക്ക് ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുവരാൻ. അതോടുകൂടെ പ്രശ്നങ്ങൾ ആരംഭിക്കുക, അല്ലെ? കാരണം എനിക്ക് കിട്ടേണ്ട സ്ഥാനം വേറൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ആർക്കും എളുപ്പത്തില് താങ്ങാൻ പറ്റില്ല. ദുര്യോധനനാണ് അതിന് ഉത്തരവാദി, അല്ലെ അധികാരി എന്ന് പറഞ്ഞ് ജീവിച്ചു വരുന്ന സമയത്താണ് ഈ കുട്ടികള് വരുമ്പോ യുധിഷ്ഠിരനാണ് ഈ ദുര്യോധനേക്കാളും വയസ്സിന് മൂത്തത്. അപ്പൊ അവിടെ യുധിഷ്ഠിരനാണ് സ്ഥാനം കൊടുക്കേണ്ട വരിക.
അന്ന് തൊട്ട് പ്രശ്നങ്ങളാണ്. അങ്ങനെ ഭീമൻ എന്ന് പറഞ്ഞാൽ ഭീമൻ വായുപുത്രനാണ്. ആ വായുപുത്രന്റെ ഫലത്തിന്റെ അത്ര തന്നെ സാധാരണ ഒരാളായ ദുര്യോധനുണ്ട്. അപ്പൊ ദുര്യോധന്റെ ശക്തി ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ഭീമൻ വായുപുത്രനാണ്, എല്ലാ പ്രൊട്ടക്ഷനും ഉള്ള ആളായിട്ടും ദുര്യോധന അത്ര തന്നെ ശക്തിമാനാണ്. അപ്പൊ ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ ഭഗവാൻ അങ്ങനെയാണ്. നമ്മൾക്ക് പല കാര്യങ്ങളും നമുക്ക് തോന്നും നമ്മളോട് എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ ഭഗവാനെ എന്ന് തോന്നും. പക്ഷെ ഭഗവാൻ ആ ചെയ്യണേന്റെ പുറകില് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഓ ഇതിനൊക്കെ ഇങ്ങനെ അർത്ഥങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇതായിരുന്നു ഭഗവാൻ ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്ന പോലെ തന്നെയാണ് ഇവിടെ ഭീമനെ വിഷം കൊടുക്കാണ്. ഇപ്പൊ ഇവിടെ കുന്തിദേവി പറയുന്നുണ്ട്, മധുരപലഹാരത്തിൽ നിന്ന് വിഷമയമായ മധുരപലഹാരം. അപ്പൊ ഭീമൻ കുറെ അധികം ഭക്ഷണം കഴിക്കും, നമുക്കറിയാം ഭീമന് കുറെ ഭക്ഷണപ്രിയനാണ്. ഈ മധുരപലഹാരങ്ങളെല്ലാം കഴിച്ചപ്പോ ആ വിഷത്തിന്റെ ഇതില് ഇപ്പൊ ഇവര് നദിക്കരയിൽ ഇരുന്നാ കഴിക്കുക. അങ്ങനെ തന്നെ ആ നദിയിലേക്ക് വീണ് അപ്പൊ ഇവരെല്ലാരും വിചാരിച്ചു ഭീമൻ അതോടുകൂടെ മരിക്കുന്നു. പക്ഷെ ഭീമൻ എന്താ ഉണ്ടാവുക, നാഗകന്യകമാർ അല്ലെങ്കിൽ നാഗ കൊട്ടാരത്തിൽ പോയിട്ട് അവിടുന്ന് അവര് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും കൊടുത്ത് ഭീമനെ അയക്കുകയാണ്. അപ്പൊ എന്തായി, ഭീമൻ ശക്തിമാനായി. കുറച്ചും കൂടെ ആ വിഷത്തിന്റെ ഇതിലും കൂടെ വന്നപ്പോ കുറച്ചും കൂടെ ശക്തിമാനാവാണ് ചെയ്തത്. അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഇവര് വിചാരിച്ചു എന്നാൽ ഇവരെ ഒന്ന് 5 പേരെ അങ്ങോട്ട് കളയാം, കത്തിച്ചു കളയാം എന്ന്. അപ്പോഴേക്കും അവര് ദ്രോണാചാര്യരുടെ കയ്യിലെ വിദ്യ അഭ്യസിക്കാനും അവര് കുറെ വലിയ കുട്ടികളാവാനൊക്കെ തുടങ്ങി. അപ്പൊ തുടങ്ങിയതാണ് തമ്മിത്തല്ലും ബഹളം അപ്പോഴും ഉണ്ട്. അപ്പോൾ ഈ യുധിഷ്ഠിരൻ വളരെ ശാന്തനായിട്ടുള്ള ഒരാളാണ്. ഇതെല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അങ്ങനെ തന്നെ അവര് എന്തായി, അവിടെ ഒരു അമ്പലത്തിലെ ഒരു ഉത്സവം ഉണ്ട്. അപ്പൊ അതിനായിട്ട് ഇവര് 5 പേര് പോവാൻ പറഞ്ഞിട്ട് അരക്കില്ല ഉണ്ടാക്കാണ്. അരക്കില്ലം ഉണ്ടാക്കിയിട്ട് ഈ 5 പേരെ, അപ്പൊ വിതുരര് ഇതിനെല്ലാം അറിയുന്നുണ്ട്. വിതുരര് ആരോടൊന്നും പറഞ്ഞിട്ടില്ല മാത്രം. അങ്ങനെ ഇവരെ ആ അരക്കില്ലത്തിലിട്ട്, അതാണ് ചുട്ട് കരിക്കുന്നത്. ആ മഹാഗ്നിയിൽ നിന്ന് രക്ഷിച്ചതും ഭഗവാനാണെന്നാണ് കുന്തിദേവി മനസ്സിലാക്കുന്നത്. കാരണം അവിടെയൊന്നും ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. അതാണ്, ഭഗവാൻ അവിടെ ഒന്നും പ്രത്യക്ഷത്തിൽ വന്നിട്ടില്ല. ആ അഗ്നിയില് 5 കുട്ടികളും ഒരു അമ്മയും മരിക്കും. അത് പക്ഷെ അവിടുത്തെ കാട്ടുജാതിക്കാരായിരുന്നു എന്നുള്ളത് പിന്നീടാണ് അറിയണത്. അപ്പൊ ഇവര് മരിച്ചു എന്ന് പറയുമ്പോ എല്ലാവർക്കും ഭയങ്കര വിഷമായിട്ട് ഇതൊക്കെ കാണിക്കും. പക്ഷെ ഇവര് ഒരു അരക്കില്ലത്തിന്റെ താഴ്ത്തുള്ള ഒരു ഗുഹയിൽ എന്താ പറയാ ഒരു പാസേജ് ഉണ്ടായിരുന്നു. അതിൽ കൂടെ പുറത്തു കടന്ന് അവരവിടെ കാട്ടില് തിരിച്ചും ഒരു ബ്രാഹ്മണരുടെ വേഷത്തിൽ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്ന സമയത്താണ് ദ്രൗപദിയുടെ കല്യാണം വരുന്നത്. ദ്രൗപദിയെ കല്യാണം കഴിക്കാൻ ദുര്യോധനാദികളെല്ലാം വരും. പക്ഷെ ദ്രൗപദി, കർണൻ വരെ എന്താണ് അമ്പ് ചെയ്യാനായിട്ട് അമ്പെടുക്കുമ്പോ ദ്രൗപദി പറയും, ഞാൻ സൂതപുത്രനെ കല്യാണം കഴിക്കില്ല. അങ്ങനെ പറഞ്ഞ് ഇപ്പൊ എല്ലാവർക്കും ദ്രൗപദിയെ ഇഷ്ടമുണ്ട്. അതായത് അത്ര സുന്ദരിയാണ് ദ്രൗപദി. ഭഗവാന് നോട്ടമുണ്ട്. കാരണം ഭഗവാൻ ദ്രൗപദി നിമിത്തമാത്രം ഭവസവ്യ സാജിന്ന് ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട്. ഈ യുദ്ധത്തിന് ഒരു കാരണം ദ്രൗപദി ആണെന്നുള്ള, അതായത് ദ്രൗപദിയിൽ കൂടെ ആ സെന്റർ പോയിന്റ് അതാണ്. അപ്പൊ ഭഗവാൻ ഭഗവാൻ അവിടെ ഉണ്ട്. കാരണം അത്രയും ഇഷ്ടമാണ് ദ്രൗപദി. കൃഷ്ണേന്ന് ഭഗവാൻ നീട്ടി വിളിക്കുന്നത് ദ്രൗപദിയാണ്. അപ്പോ അത്രയും ഒരു സുഹൃത്താണ്. ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് അല്ലെ, സുഹൃത്തുക്കളായിട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും. പക്ഷെ ഭഗവാനെ പോലത്തെ ഒരു സുഹൃത്തിനെ കിട്ടാണെങ്കിൽ പിന്നെ നമ്മൾ എന്തായിരിക്കും അല്ലെ ആ ഭാഗ്യം. അങ്ങനെ ഒരു ദ്രൗപദിയുടെ സുഹൃത്തായിരുന്നു കൃഷ്ണൻ. അപ്പോ ആ കൃഷ്ണൻ അവിടെ അർജുനനും ഭീമനും വേഷം മാറി വന്നിട്ട് അർജുനൻ അമ്പ് ചെയ്ത് ആ എന്താണ് വെള്ളത്തിൽ നോക്കിയിട്ട് അമ്പ് ചെയ്ത് ആ കിളിയെ കണ്ണിൽ കൊള്ളിച്ചിട്ട് ദ്രൗപദിയെ കല്യാണം കഴിക്കുകയാണ്. അങ്ങനെ ദ്രൗപദിയെ കല്യാണം കഴിച്ചിട്ടുള്ള കഥകളൊക്കെ നമുക്കറിയാം. അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുമ്പോ കൃഷ്ണനും അവരുടെ കൂടെ വരികയാണ്. അങ്ങനെയാണ് ആദ്യമായിട്ട് ഇവര് കൃഷ്ണനെ കാണുന്നത്. അതായത് ഇവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞിട്ട് കൃഷ്ണൻ അവരുടെ അടുത്ത് വരികയാണ്. അത് കഴിഞ്ഞ് വന്ന എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്കറിയാം ഇവര് 5 പേരും സ്വീകരിക്കണമെന്ന് പറയണതും 5 പേരെ സ്വീകരിക്കേണ്ട വരുമ്പോ ദ്രൗപദി ഭയങ്കരമായിട്ട് വിഷമിക്കുക. അതിനാണ് കൃഷ്ണൻ കൂടെ വരണേ. അപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒരു ഭക്ത എത്രത്തോളം ഭഗവാനിലേക്ക് അടുക്കണോ അത്രയും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ട്. പക്ഷെ നമ്മളെ പോലെ സാധാരണക്കാർക്ക് ഒരിക്കലും ഭഗവാനെ നഷ്ടമായി എന്ന് തോന്നാത്ത എന്താ വെച്ചാൽ നമ്മൾ ഭഗവാന്റെ കൂടെ അല്ല. നമ്മൾ ഭഗവാന്റെ നാമങ്ങൾ ജപിക്കണ്ട്, ഭഗവാന്റെ കഥകൾ പറയണ്ടെങ്കിലും നമ്മൾ ഉണ്ടോ ഭഗവാനില്, അല്ലെങ്കിൽ ഭഗവാനിലാണോ നമ്മള്? പക്ഷെ നമ്മൾക്ക് തോന്നണു നമ്മളാണെന്നുള്ളതല്ലാണ്ട് നമ്മൾ കുറെ അറിവുണ്ടായിരിക്കാം. പക്ഷെ അറിവില് ഭഗവാനെ കിട്ടില്ല. ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭക്ത്യാമാം അഭിജാനാതി, ഞാൻ ഭക്തന്മാരുടെ
ആളാണ്. എനിക്ക് ഭക്തന്മാരാണ് ഏറ്റവും ശുദ്ധ ഭക്തന്മാര്. നമ്മളൊക്കെ എങ്ങനെയാ മിശ്രഭക്തികളാണ് അല്ലെ? കർമ്മ മിശ്രഭക്തി, ജ്ഞാന മിശ്രഭക്തി, അങ്ങനെയുള്ള മിശ്രഭക്തിയിൽ കൂടിയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ശുദ്ധഭക്തൻ ആരാണ്? ശുദ്ധഭക്തൻ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയാം, നമ്മുടെ ആരാണ്? പൂന്താനം തിരുമേനി, കുറൂരമ്മ, ഇവരൊക്കെ ശുദ്ധഭക്തരാണ്. അതേസമയം നമ്മൾക്കറിയാം നാരായണീയം വളരെ പ്രസിദ്ധമാണ്. നാരായണീയം ഭഗവാനെ കണ്ടുകൊണ്ടാണ് അഗ്രേ പശ്യാമി എഴുതുന്നത് പോലും മേൽപ്പത്തൂര്. പക്ഷെ മേൽപ്പത്തൂരിന്റെ ഭക്തി എന്ന് പറയുന്നത് ജ്ഞാനമിശ്ര ഭക്തിയായിരുന്നു. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭക്തിയിൽ കൂടെ ഭഗവാൻ വരും, ഭഗവാനെ കാണാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷെ പൂർണ്ണമായിട്ട് ഭഗവാൻ സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ശുദ്ധഭക്തരെ കൂടി മാത്രമേ വരുള്ളൂ. അപ്പൊ ആ ശുദ്ധഭക്തിയിൽ ഉള്ള ആളായിരുന്നു ആരാണ്? പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദി. അപ്പോ ഈ ദ്രൗപദിയാണ് വസ്ത്രാക്ഷേപം നടത്തുന്നത്. വസ്ത്രാക്ഷേപം നടത്താനായിട്ട് അവര് വന്ന് ചൂതുകളിയില്, അപ്പൊ രാജാക്കന്മാർക്ക് ഒരു ഇതുള്ളതാണ്, ചൂതുകളിക്ക് നായാട്ടിനൊക്കെ വിളിച്ചാൽ പൊയ്ക്കൊള്ളണം എന്നുള്ളതാണ് ശാസ്ത്രം. അപ്പൊ അവര് ചൂതുകളിക്കായിട്ട് യുധിഷ്ഠിരനെ വിളിച്ച്, യുധിഷ്ഠിരൻ വന്ന് ചൂത് കളിച്ച് തോറ്റു, എല്ലാം പോയി. കാരണം മറ്റേവിടെ കള്ളച്ചൂതാണ് കളിക്കണേ. അപ്പൊ സത്യസന്ധരക്ക് ഈ ലോകത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടിയാണത്. അങ്ങനെ ആ സമയത്ത് എല്ലാം അടിയറവ് വയ്ക്കേണ്ട വന്നപ്പോൾ ദ്രൗപദിയും അവരുടെ അടിമയായിട്ട് മാറി. ആ സമയത്താണ് ദ്രൗപദി കൃഷ്ണ എന്ന് വിളിക്കണില്ല അല്ലെ? അധികം ദ്വാരകാധീശ, അങ്ങനെ അങ്ങനെ കുറെ പേരുകൾ വിളിച്ച് ആ വസ്ത്രം ഇങ്ങനെ പിടിച്ച്, നമ്മളൊരിക്കലും നമ്മളുടെ ശക്തിയിൽ ആണ് എല്ലാം എന്ന് നമ്മൾക്ക് ചിന്തിക്കണ പോലെ തന്നെ ദ്രൗപദി ചിന്തിച്ചിട്ടുണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞ് രണ്ട് കൈയും വിട്ട് എന്താണ് സംഭവിക്കണേന്ന് സംഭവിക്കട്ടെ, ശരണാഗതി, ഭഗവാനിൽ ശരണാഗതി പ്രാപിച്ചു ദ്രൗപദി. ആ സമയത്ത് ഭഗവാൻ വസ്ത്രരൂപത്തിൽ വന്നിട്ട് ദുശാസനന്റെ കൈ കഴച്ചു. ദുശാസനെ തൊടാൻ പോലും പറ്റാണ്ടായി, പിന്നെ തളർന്നൊടിഞ്ഞ് വീഴുകയാണ് അവിടെ. അങ്ങനെ തളർന്ന് വീണ ആ ദുശാസനന്റെ മുമ്പില് ദ്രൗപദിയെ വിവസ്ത്രയാക്കി, നഗ്നയാക്കിയിട്ട് ആ കൗരവ സഭയിൽ നിർത്തണം എന്നുള്ള ആ ദുര്യോധനാദികളുടെ ആഗ്രഹത്തിന് സാധിപ്പിക്കുന്നില്ല. പക്ഷെ ഇതെല്ലാം ചെയ്യുമ്പോഴും ഭഗവാൻ അവിടെ പ്രത്യക്ഷ രൂപത്തിൽ വന്നിട്ടില്ല. ഭഗവാൻ പ്രത്യക്ഷത്തിൽ വന്നല്ല ദ്രൗപദിക്ക് ഇത് കൊടുക്കണത് അല്ലെ, വസ്ത്രം കൊടുക്കണത്. ഒരിക്കൽ പോലും ഭഗവാൻ ദ്രൗപദിയോട് പറയണില്ല വസ്ത്രാക്ഷേപ സമയത്ത് ഞാനാണ് നിനക്ക് വസ്ത്രം താങ്ങുന്നത്. ഭഗവാൻ പറയണില്ല ഒരിക്കലും. ഭഗവാൻ ഓരോ സമയത്തും എന്തെല്ലാം ചെയ്താലും ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയണില്ല. പക്ഷെ പാണ്ഡവർക്കറിയാം അത് ഭഗവാൻ അല്ലാതെ വേറൊരാൾക്കും അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ആ ഒരു എന്താ പറയാ അഗ്നിയിൽ നിന്ന് രക്ഷിച്ചു. പിന്നെ കൗരവ സഭ ദുർവൃത്തമായ സഭയിൽ നിന്നാ പറയണത്. അസത് സഭ എന്നാണ് ഇതിൽ നമ്മുടെ ശ്ലോകത്തിൽ പറയണത്. എന്തുകൊണ്ടാ അസത് സഭ എന്ന് പറയുന്നത്? അസത്തുക്കളാണ്, ഭഗവാനെ അറിയാത്തവരാണ് അവര്. ഈ യുദ്ധത്തിന് മുമ്പ് പല പ്രാവശ്യം ദൂതിനെ വിടും, ഇങ്ങനെ ഇവരെ ഈ എന്താണ് പറയാ ഇതിൽ തോറ്റിട്ട് 12 വർഷം വനവാസവും 1 വർഷം അജ്ഞാതവാസം എല്ലാം കഴിഞ്ഞ് അവര് വരുമ്പോ അവർക്ക് കൊടുക്കേണ്ടതായ സ്ഥലം കൊടുക്കാണ്ടിരിക്കുമ്പോ ഭഗവാൻ തന്നെ ദൂതനായിട്ട് പോയിട്ടുണ്ട്. ഭഗവാൻ ദൂതനായിട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവരാരും എന്താ പറയാ സമ്മതിക്കില്ല. ദുര്യോധനൻ എന്താ ചെയ്യാൻ പോണേ? ദുര്യോധനന്റെ സേന കൊണ്ടുവന്നിട്ട്, സൈന്യത്തെ കൊണ്ടുവന്നിട്ട് ഭഗവാനെ പിടിച്ചു കെട്ടാൻ പോവാണ്. അപ്പൊ ഭഗവാൻ അവിടെ വെച്ചിട്ട് അവർക്കൊരു ഭഗവാന്റെ ആ വിരാട് രൂപം കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എന്തോ ഭയങ്കര പ്രകാശവും ആ തരത്തിലുള്ള എല്ലാം കാണുമ്പോ ധൃതരാഷ്ട്രർ പറയണ്ടേ, എനിക്ക് മനസ്സിലാവണില്ലല്ലോ എന്താ ഇവിടെ ഉണ്ടാവണേ, എന്താ നടക്കണേന്ന് പറയുമ്പോ ധൃതരാഷ്ട്രർക്ക് ഒന്ന് കാണാനുള്ള അവസരം കൊടുക്കും. അപ്പൊ തന്നെ ധൃതരാഷ്ട്രർ പറയാൻ ഇനി എനിക്ക് ഒന്നും കാണണ്ട, ഇത് മതി, ഭഗവാന്റെ ആ രൂപം മനസ്സിലായി. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ ധൃതരാഷ്ട്രർ ഭഗവാനെ അറിയാത്ത ആളൊന്നും അല്ല, എല്ലാ ജ്ഞാനങ്ങളുണ്ട്. എന്നാലും നമ്മൾക്കറിയാം മായ എന്ന് പറഞ്ഞ ആ സംഭവം അത്രയും ശക്തമാണെന്നുള്ളത്. അങ്ങനെ അതുകൊണ്ടാണ് ധൃതരാഷ്ട്രർക്ക് ദിവ്യശക്തി കൊടുക്കാന്ന് വ്യാസദേവൻ പറഞ്ഞപ്പോഴും ധൃതരാഷ്ട്രർ സ്വീകരിക്കാത്തത്. ധൃതരാഷ്ട്രർക്ക് അത് എന്താ പറയാ, ഭഗവാന്റെ ആ രൂപം മനസ്സിലുണ്ട്, പക്ഷെ മായ അതിനെ സമ്മതിക്കാത്തതുകൊണ്ട് വീണ്ടും വീണ്ടും ആ മകന്റെ ആ വാത്സല്യം, മകനോടുള്ള വാത്സല്യമാണ് ധൃതരാഷ്ട്രരെ പിടിച്ചു കെട്ടിയത്. ആ ബന്ധനമായിരുന്നു ധൃതരാഷ്ട്ര ഭഗവാനെ മനസ്സിലാക്കാനുള്ള തടസ്സം ഉണ്ടായത്. അത്രയും കാണിച്ചു കൊടുത്തിട്ട് പോലും ദുര്യോധനന് മനസ്സിലാവണില്ല ഭഗവാൻ ആരാണെന്നുള്ളത്.
അങ്ങനെ ആ ഭഗവാനിൽ നിന്ന് എല്ലാ വിധത്തിലുള്ള രക്ഷകളും ഞങ്ങൾക്ക് കിട്ടി എന്ന് കുന്തിദേവി പറയുന്നുണ്ട് അല്ലെ. എന്നിട്ട് പിന്നെ കുന്തിദേവി ഇങ്ങനെ ഇതിൽ നമ്മൾ വരുമ്പോ അറിയാം പലതരത്തില് ഭഗവാന് പറയുന്നുണ്ട്. അതായത് ഈ ജന്മ മൃത്യു ജരാവ്യാധിയിൽ നിന്ന് നമുക്ക് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ആകെ ഒരു മാർഗം ഭഗവാന്റെ കഥകൾ കേൾക്കുക, ഭഗവാനെ പറ്റി മനസ്സിലാക്കാം. അതായത് ഭഗവാൻ അതീന്ദ്രിയനാണ്. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയുന്നത് അതീന്ദ്രിയനാണ്. ആ ഭഗവാനെ പിടിച്ചു കെട്ടാൻ ആർക്കെങ്കിലും സാധിക്കും? ആർക്കും സാധിക്കില്ല. ആ ഭഗവാൻ എന്തിനാ ജനിച്ച്? ഭഗവാൻ എന്തിനാ? ജനനമില്ലാത്ത ഭഗവാൻ ജനിച്ചു ദേവകിയുടെ പുത്രനായിട്ട്. ഭഗവാന്റെ കോൺട്രഡിക്ഷൻസ് ആണ് ഇതൊക്കെ അല്ലെ. ജനന മൃത്യു ഈ ഭഗവാൻ ഒരിക്കലും ജനിക്കണില്ല മരിക്കണില്ല. ഭഗവാൻ തന്നെ പറയുന്നത് ഭഗവാൻ അജനാണ്. ആ അജനായ ഭഗവാൻ എന്തായി? ജനിച്ചു ദേവകിയുടെ പുത്രനായിട്ട്. അതേപോലെ തന്നെ ഒരിക്കലും എല്ലാവരെയും പിടിച്ചു കെട്ടണം, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ മുഴുവനും അധിപനായ ഭഗവാൻ, എല്ലാം വന്നത് ഭഗവാനിൽ നിന്നാണെന്ന് പറഞ്ഞ ആ ഭഗവാനെ യശോദാമ്മ കയറുകൊണ്ട് കെട്ടിയിട്ടു. അപ്പൊ ഭക്തരുടെ കൂടെ എന്ത് ചെയ്യാനും ഭഗവാൻ നിന്നു കൊടുക്കും. എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് ദ്രൗപദി അല്ല സോറി കുന്തിദേവി പറയുന്നുണ്ട്, ദേവകിക്ക് ക്ലേശം ഉണ്ടായി, കുട്ടികളൊക്കെ മരിച്ചു. അത് കഴിഞ്ഞ് ഭഗവാൻ ഉണ്ടായി. ഭഗവാനെ വർഷങ്ങളോളം 10 വയസ്സ് വരെ കണ്ടിട്ടില്ല. ഇങ്ങനെ ഇവിടേക്ക് കൊണ്ടുപോവാണല്ലോ, യശോദാമ്മയുടെ അവിടേക്ക് വിടുമ്പോ ആ ഒരു ദുഃഖം കഴിഞ്ഞിട്ട് പിന്നെ ദേവിക്ക് അമ്മയ്ക്ക് ഒരു ദുഃഖവും ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. പക്ഷേ കുന്തിദേവിക്ക് അങ്ങനെയല്ലായിരുന്നു അല്ലെ. ദുഃഖ പരമ്പരകളായിരുന്നു കുന്തിദേവിക്ക്. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് കഴിഞ്ഞാൽ വേറൊന്ന്. അപ്പൊ കുന്തിദേവി ഇവിടെ പറയുന്നുണ്ട്, ഭഗവാനെ അങ്ങ് സർവവ്യാപിയാണ്. ഭഗവാൻ അങ്ങ് എന്തായിരുന്നു? പുറത്തു നിന്ന് പാണ്ഡവരെ രക്ഷിച്ചു. അകത്ത് കയറിയിട്ട് ആരെ രക്ഷിച്ചു? പരീക്ഷത്തിനെ രക്ഷിച്ചു. എന്നാലോചിച്ച് നോക്കൂ. അപ്പൊ ഭഗവാൻ അകത്തും പുറത്തും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനാണ്. ആ ഭഗവാനെ ഇപ്പൊ ഞാൻ പ്രത്യക്ഷത്തിൽ കാണുന്നുണ്ട്. അപ്പൊ ഭഗവാന് ദിവസം എന്ന് പറഞ്ഞ കൂട്ട് ഓരോരോ പ്രശ്നങ്ങളുടെ സമയത്തും കുന്തിദേവിക്കും മക്കളുടെയും കൂടെ ഭഗവാൻ നിന്നിട്ടുള്ളത് കൊണ്ട് കുന്തിദേവിക്ക് ഭഗവാൻ പോണു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല. നമ്മൾക്ക് എന്തുകൊണ്ടാണ് അത് സാധിക്കാത്ത? നമ്മൾ ഭഗവാനെ അറിഞ്ഞിട്ടില്ല. നമ്മൾക്ക് ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നമ്മള് കുറെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മളുടേതായ അതിന് കിട്ടണമെന്നുണ്ടെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം വേണം അല്ലെ. ഭഗവാന്റെ കരുണയാണ്. ഒന്നുമില്ലെങ്കിലും ഈ ഭഗവാന്റെ കഥകൾ കേൾക്കാനും അറിയാനും. നമ്മുടെ ഗുരു മഹാരാജ് ഇപ്പൊ പറഞ്ഞതുപോലെ നമുക്ക് അറിവുണ്ടാവില്ല. ഇപ്പൊ ഞാൻ എന്റെ കാര്യം തന്നെ പറയാം, നമുക്ക് അങ്ങനെ ഒരു അറിവെല്ലാം ഉണ്ടായിക്കൊള്ളുന്നില്ല. എന്താണോ നമ്മൾ കേട്ടത് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നാണ് ഗുരു മഹാരാജ് പറഞ്ഞത്. പൂർണ്ണ അറിവോടുകൂടെ ആർക്കും എല്ലാം പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ കിട്ടിയ അറിവിനെ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവെച്ച് ഭഗവാന്റെ ഈ ശാസ്ത്രത്തിന്, കൃഷ്ണാവബോധത്തിന് എത്ര പേരിലേക്ക് എത്തിക്കാൻ സാധിക്കുമോ അത്രയും പേരിലേക്ക് നമ്മൾ എത്തിക്കാൻ ശ്രമിക്കുക എന്നാണ് ഗുരു മഹാരാജ് പറഞ്ഞത്. കാരണം ഇനി സമയമില്ല, സമയം പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലെ. ഇപ്പോ ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടി ജനിച്ച് വലുതായി ഒരു 10-60 വയസ്സായാൽ ഒരിക്കലും അവന് തിരിച്ച് ആ ഇതിലേക്ക് പോവാൻ സാധിക്കില്ല. അവന്റെ ബാല്യത്തിലേക്കോ കൗമാരത്തിലേക്കോ ഒന്നും പോവാൻ സാധിക്കില്ല. പക്ഷെ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ അതീന്ദ്രിയനാണ്. ഭഗവാന് ജനിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഭഗവാൻ ജനിച്ചു. എവിടെയാണ്? യദുകുലത്തില്. ആ യദു എന്ന രാജാവിന് പ്രശസ്തി കൊടുക്കാൻ വേണ്ടി ഭഗവാൻ യദുകുലത്തിൽ ജനിച്ചു. ഭഗവാൻ അതാ ഇഷ്ടം. ഭഗവാന് ദേവകി നന്ദന, യശോദ നന്ദന, നന്ദപുത്ര, വസുദേവപുത്ര അങ്ങനെയൊക്കെ വിളിക്കുന്നതാ ഭഗവാൻ ഇഷ്ടം. കാരണം ഭഗവാൻ ഭക്തന്മാരുടെയാണ്. ഭഗവാൻ ഒരിക്കലും ഞാനാണ് എല്ലാത്തിന്റെ സൃഷ്ടിയുടെ ഉറവിടം ഭഗവാനായിട്ടാണ് നമുക്കറിയാം. എല്ലാത്തിലും ഭഗവാനാണെന്നുള്ളത് നമുക്കറിയാം. എന്നാൽ ഭഗവാൻ ഭക്തന്മാരുടെ അടുത്ത് വരുമ്പോ അവര് പറയണത് പോലെ ഭഗവാൻ കേൾക്കും. അവരെന്താണോ പറയണത് അതാണ് ഭഗവാൻ ഇഷ്ടം. ഇവിടെ കുന്തിദേവി ഒരു സ്ത്രീ ആയിരുന്നിട്ടും അച്ചമ്പങ്ങളായിരുന്നിട്ടും മാത്രല്ല ഭഗവാൻ കുന്തിദേവിയോടുള്ള ആ സ്നേഹം കാണിച്ചത്. കുന്തിദേവി ഇത്രയും വലിയൊരു പരമഭക്തയാണ്. മഹാത്മാനസ്തു മാ പാർത്ഥ ദേവിയും പ്രകൃതി മാഷിട ഭഗവാൻ പറയണ്ടല്ലേ. മഹാത്മാവെന്ന് പറയുന്നത് ആരാണ്? ഭഗവാനെ മനസ്സിലാക്കണവരാണ് മഹാത്മാക്കള്. കുന്തിദേവി ഭഗവാനെ മനസ്സിലാക്കിയതിൽ അഗ്രഗണ്യാണ്. അതുകൊണ്ടാണ് കുന്തിദേവിയോട് ഭഗവാൻ ഇത്രയും ഇഷ്ടം. ഓരോ സാഹചര്യം വന്നപ്പോ കുന്തിദേവി തന്നെ അത് പറഞ്ഞു അല്ലെ, ദേവകിയോട് കാണിക്കുന്നതിലും കൂടുതൽ കരുണ എന്നോട് കാണിച്ചു. അങ്ങനെ പറയുമ്പോ അടുത്ത ശ്ലോകങ്ങളിൽ വരുന്നുണ്ട്, എനിക്ക് ദുഃഖം തരണേന്ന് പറയണതിന്റെ അർത്ഥം അതല്ല. ഭഗവാൻ ഇത്രയും നാൾ കൂടെ ഉണ്ടായിട്ട് പെട്ടെന്ന് പോകുമ്പോ ഇനി ഭഗവാനെ കാണാൻ പോണില്ല. കാരണം എല്ലാം കാര്യങ്ങളും ചെയ്ത് തീർത്തു ഭഗവാൻ.
യുധിഷ്ഠിരനെ രാജാവാക്കി, യുധിഷ്ഠിരന് വേണ്ട ഉപദേശങ്ങളെല്ലാം കൊടുത്തു. ഇനി ഭഗവാൻ ഇവിടെ നിൽക്കേണ്ടതായ പ്രത്യേകിച്ച് ആവശ്യമില്ല. അപ്പോ കുന്തിദേവിക്ക് അറിയാം, കുന്തിദേവിയുടെ തന്നെ ആൾക്കാരാണ് ദ്വാരകയിലുള്ളത്. അപ്പൊ അവർക്കും ഭഗവാനെ നഷ്ടാവാണ് ഇവിടെ നിൽക്കുന്തോറും. ആ കുന്തിദേവിക്ക് ഭഗവാൻ ദുഃഖം തരാൻ വേണ്ടിയിട്ടല്ല, ദുഃഖമുള്ളപ്പോഴേ ഭഗവാൻ കൂടെ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് എന്റെ ഭഗവാനെ എന്നെ വിട്ടു പോവല്ലേ എന്നാണ് ആ പറയണത്. അപ്പൊ നമ്മൾക്ക് ആ കുന്തിദേവിയുടെ അത്ര ഒന്നും ആയിട്ടില്ല നമ്മുടെ ഭക്തി, അല്ലെ എന്റെ ഭക്തി ഞാൻ പറയാണ്. എന്നാലും നമുക്ക് ആഗ്രഹിക്കാം അല്ലെ, ഭഗവാന്റെ കാര്യങ്ങളെ കേൾക്കാനും ഭഗവാനെ പറ്റി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഭഗവാന്റെ കഥകൾ കേൾക്കാനും ആ കേട്ട കഥകളിനെ പറ്റി ചിന്തനം ചെയ്യാനും ഒക്കെ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മള് കുറെ ഭഗവാനിലേക്ക് അടുക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ പറയേണ്ട ഹിഡുംബൻ. അപ്പൊ ഒരിക്കലും ഇതേപോലെ അവരുടെ ഈ എന്താ പറയാ വനവാസ സമയത്താണ് ഹിഡുംബനായിട്ടുള്ള യുദ്ധം ഉണ്ടാവുന്നതും, എന്നിട്ട് ഹിഡുംബിയെ കല്യാണം കഴിച്ചിട്ട് അതിൽ ഘടോൽക്കച എന്നുള്ള ഒരു പുത്രൻ ഉണ്ടാവുന്നതും. ഇതൊക്കെ ഭഗവാന്റെ പ്ലാനിങ് ആണ്. കാരണം അവിടെ നിന്ന് ആ അസ്ത്രം വരുമ്പോ കർണൻ വിടുന്ന അസ്ത്രം വരുമ്പോ അതിനെ തടുക്കാൻ ഒരാള് ഭഗവാന് ആവശ്യമാണ്. അപ്പൊ ഭഗവാൻ ഓരോ കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആണ്. നമുക്കൊട്ടും മനസ്സിലാവില്ല ഭഗവാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കണേന്നുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാൻ എന്താ ചെയ്യേണ്ടത്? ഓരോ സമയത്തും നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ഈ വലുതായിട്ടുള്ള ഈ ഒരു, അതായത് നമ്മളിപ്പോ വാർദ്ധക്യം വരെ എത്തി, അത് കഴിഞ്ഞ് നമ്മൾ ഈ ശരീരം ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞാൽ തിരിച്ചും ഈ ലോകത്തേക്ക് വരികയാണ്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മള് ശുദ്ധമായിട്ടില്ല അല്ലെ. നമ്മളുടെ കർമ്മങ്ങൾ തീരണ വരെ നമുക്ക് ഓരോരോ കർമ്മങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഈ കർമ്മങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിച്ചാൽ മാത്രമേ നമുക്ക് ഈ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറഞ്ഞ ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഭൗതിക ലോകത്ത് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ളതാണ്. ഈ ലോകത്ത് ജീവിക്കുന്നതിന് അനിവാര്യമായ കാര്യമാണ് ഈ ബുദ്ധിമുട്ടുകൾ എന്ന് പറയുന്നത്. അതിന്റെ അനന്തരഫലമാണ്, ഈ ഭൗതിക ലോകത്തിന്റെ അനന്തരഫലമാണ്. പൂർണ്ണമായിട്ട് സുഖമായിട്ടുള്ള ആരും ഉണ്ടാവില്ല. ഇപ്പൊ നമ്മൾക്ക് അറിയാം, അതായത് ദ്വാപരത്തിന്റെ ആ സമയത്ത് തന്നെ നമ്മൾക്ക് ദ്വാപരയുഗത്തിൽ തന്നെ ഭഗവാൻ കൂടെയുള്ള ആൾക്കാർക്ക് പോലും ഏറ്റവും ദുഃഖം കൊടുത്തത് കുന്തിപുത്രിക്കാണ്. അപ്പൊ കുന്തി മാതാവിനാണ് അല്ലെ. ഓരോരുത്തർക്കും അതിലും ദുഃഖമാണ് ദ്രൗപദി അനുഭവിച്ചത്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള, എത്ര ഉയർന്ന പൊസിഷൻ ആണെങ്കിലും, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര ഉയർന്ന പൊസിഷൻ ആണെങ്കിലും ഈ ഭൗതിക ലോകത്ത് ഉണ്ടായാൽ നമ്മൾക്ക് ദുഃഖം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരിക്കും. അതിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ ആകെയുള്ള ഒരു ആശ്രയം ഭഗവാന്റെ ആ പാദപത്മങ്ങളാണ്. നമ പങ്കജനാഭായ നമ പങ്കജനാഭിയെ നമ പങ്കജനേത്രായ നമസ്തേ പങ്കജാഗ്രേ. ഇതിനു മുമ്പുള്ള ശ്ലോകത്തില് കുന്തിദേവി പ്രാർത്ഥിക്കുന്നുണ്ട്, ആ ഭഗവാന്റെ പാദപത്മങ്ങളല്ലാണ്ട് നമുക്ക് വേറെ ഒരു ആശ്രയമില്ല. നമ്മളൊക്കെ ഭഗവത്ഗീതയിൽ കൂടെ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട് അല്ലെ. മത്തപരതരന്നാസ്തം കിഞ്ചിദസ്തി ധനഞ്ജയ മൈ സർവ സൂത്രേ മണികണായിവ ഇവിടെ തെറ്റുണ്ട്. അതില് ഒരു നൂലിലെ മാല പോലെയാണ് എന്നിൽ എല്ലാവരും കോർത്തിരിക്കുന്നത്. ഈ മുത്തുമാല എങ്ങനെയാണോ കോർക്കപ്പെട്ടിരിക്കുന്നത് അതുപോലെ എന്നിൽ കോർത്തിരിക്കണമെന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ ആ ഭഗവാനെ കയറുകൊണ്ട് കെട്ടിയ ആളാണ് യശോദം. അതൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എന്തൊക്കെ വൈരുദ്ധ്യങ്ങളാണ് ഭഗവാൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ എന്താ പറയാ, നമ്മൾ അവതരിച്ചു. നമുക്കറിയാം ഭഗവാൻ ഇങ്ങനെ അവതരിക്കുന്നത് എന്തിനാണ്? ചില ആൾക്കാർ പറയും ദേവകിയുടെ പ്രാർത്ഥന, ദേവകി വസുദേവരുടെ പ്രാർത്ഥന കൊണ്ട് ഭഗവാൻ അവതരിച്ചു, അല്ലെങ്കിൽ യശോദ അമ്മയുടെയും നന്ദഗോപരുടെയും വളർത്തുപുത്രനായിട്ട് അവർക്ക് ഭഗവാനെ ഭജിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവതരിച്ചു. ചിലവര് പറയും ഭഗവാന്റെ എന്താ പറയാ ഭക്തന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ വന്നതെന്ന് പറയും. ചില ആൾക്കാർ പറയും ദുഷ്ടരെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നത്, കംസൻ അതുപോലെയുള്ള അസുരന്മാരെ എല്ലാം നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നത് എന്ന് പറയും. പിന്നെ ചിലവര് പറയും എന്താ പറയാ ഭഗവാന് ഈ ആത്മീയ ലോകത്തില് നമ്മളെല്ലാവരും തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് കൊണ്ടുപോകാനായിട്ടാണ് വന്നത്. പിന്നെ വൃന്ദാവനത്തിലെ ലീലകൾ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അല്ലെ, വൃന്ദാവനത്തിൽ ഉണ്ടായിരുന്ന ലീലകളെ കുറിച്ചും അത് കേൾക്കാനുള്ള ഇതെല്ലാം ഭഗവാൻ നമുക്ക് അവസരം ഉണ്ടാക്കി തന്നെ എന്തിനാണ്? അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലായാലേ ഭഗവാനെ കുറിച്ച് മനസ്സിലാവുള്ളൂ. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് വന്നതെന്ന് പലരും പലതരത്തിലും പറഞ്ഞാലും ഭഗവാൻ എല്ലാ കാര്യത്തിനുമായിട്ടാണ് വന്നത്. അങ്ങനെ പ്രത്യേകിച്ചല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒന്നുമല്ല എന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇവിടെ കുന്തിദേവിക്ക് ഉണ്ടായ ഉത്കണ്ഠ. അതായത് കൃഷ്ണനില്ലാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും?
കൃഷ്ണനെ കാണാണ്ട് ഞാൻ എങ്ങനെ ജീവിക്കും? അത് മാത്രമേ ഉള്ളൂ കുന്തിദേവിയുടെ ഉത്കണ്ഠ ഇവിടെ. അപ്പോ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശുദ്ധഭക്തർക്ക് ഭഗവാൻ ഇല്ലാത്ത ഒരു നിമിഷം പോലും ആലോചിക്കാനേ അവർക്ക് സാധിക്കില്ല. അവർക്ക് എപ്പോഴും ഭഗവാൻ മാത്രമായിരിക്കും. അവർക്ക് പ്രത്യേകിച്ച് ജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾക്ക് ജ്ഞാനത്തിൽ കൂടെ, ജ്ഞാനം എന്തിനാ? ഭഗവാനെ മനസ്സിലാക്കാൻ. പക്ഷെ ശുദ്ധഭക്തർക്ക് ഭഗവാൻ തന്നെ മനസ്സിലാക്കി കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു ഭഗവാന്റെ അതീന്ദ്രിയ പ്രവർത്തനങ്ങള് നമ്മൾ എന്താ ചെയ്യേണ്ടത്? തുടർച്ചയായി കേൾക്കണം. എന്തിനാ തുടർച്ചയായി കേൾക്കണം എന്ന് പറയുന്നത്? എവിടെയെങ്കിലും നമ്മൾ വിട്ടുപോയി കേൾക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ ആ കണക്ഷൻ വിട്ടുപോകും. കാരണം ബദ്ധാത്മാക്കളാണല്ലേ നമ്മളെല്ലാവരും. ബദ്ധാത്മാക്കൾക്ക് എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചോളണമെന്നില്ല. കാരണം ഭൗതികമായ പല കാര്യങ്ങളും അവരെ ഈ ഭൗതിക ലോകത്തില് ബന്ധനസ്ഥരാക്കുകയാണ്. അപ്പൊ ആ ബദ്ധാത്മാക്കളായ നമ്മളായതുകൊണ്ട് എപ്പോഴും പറ്റുന്ന സമയം മുഴുവനും ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക, വായിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ പാദപത്മങ്ങളെ മനസ്സിൽ ധ്യാനിക്കുക, ജപിക്കുക. അങ്ങനെ നമ്മൾ എപ്പോഴും ആ പാദപത്മങ്ങളിൽ അഭയം പ്രാപിച്ചാൽ മാത്രമാണ് ഈ ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറഞ്ഞ ഈ വലിയൊരു ചക്രത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും രക്ഷ കിട്ടുള്ളൂ. അപ്പൊ അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഞാൻ ഇവിടെ സമർപ്പിക്കുകയാണ്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാവർക്കും ഭഗവാന്റെ പാദപത്മങ്ങളെ ധ്യാനിക്കാനും മനസ്സിലാക്കാനുള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി, ദണ്ഡ പ്രണാം. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ നല്ല ക്ലാസ്. മാതാജി പറഞ്ഞ പോലെ ജ്ഞാനത്തെക്കാളേറെ മനസ്സിൽ ഭക്തി ജനിപ്പിക്കുന്ന ക്ലാസ് ആണ് മാതാജി. വളരെ സന്തോഷം. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. മാതാജി പറഞ്ഞ വളരെ ശരിയാണ് മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. വളരെ സന്തോഷമായി മാതാജി ഇത്രയും കേട്ടപ്പോൾ. നല്ല നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. ഹരേ കൃഷ്ണ മാതാജി. ഇതെല്ലാം നമ്മുടെ ഗുരുവിന്റെ അനുഗ്രഹം മാതാജി. ഹരേ കൃഷ്ണ മാതാജി. പ്രണാം മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. നേരിട്ട് കണ്ട പോലെ നല്ല ഇതായിരുന്നു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. നിർത്താം മാതാജി. മാതാജി വളരെ നന്ദി. മാതാജി വളരെ നന്ദി. മാതാജി വൃന്ദാവനത്തിലാണെന്ന് അറിയാം. വളരെ സന്തോഷം. നല്ല കാര്യം. അപ്പൊ ഇനി മാതാജിയുടെ കുറെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ക്ലാസ്സുകളിൽ വൃന്ദാവന ലീലയും കൂടെ മാതാജി ഉൾപ്പെടുത്തി പറയണം മാതാജി. മനസ്സിലുണ്ടായിരുന്നു ഇന്ന് വൃന്ദാവനത്തിനെ കുറിച്ച് പറഞ്ഞാലോ എന്ന്. അതെ അതെ അതെ. ഇനിയും പറയാം, ഇപ്പൊ വേണമെങ്കിലും പറയാം. അടുത്ത ക്ലാസ്സിൽ മാതാജി വൃന്ദാവനത്തിൽ പോയപ്പോ ഉണ്ടായ അനുഭവങ്ങളെ കുറിച്ചും കൂടെ ദയവായി പറഞ്ഞാലും മാതാജി. മാതാജി ഞാൻ വൃന്ദാവനത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ പോണേ. ഉള്ളത് പറയാം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. കാരണം എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ, അസുഖങ്ങളായിട്ട് നടക്കാനൊക്കെ ബുദ്ധിമുട്ട് കുറച്ച് തോന്നിയിരുന്നു. അപ്പൊ ഞാൻ രാധാറാണിയോട് എന്നും പ്രാർത്ഥിക്കും, അമ്മ എനിക്ക് അവിടേക്ക് ഒന്ന് വരാൻ സാധിക്കണം. നമ്മൾ അങ്ങനെ വിചാരിച്ചാലൊന്നും എത്തില്ല മാതാജി. അതാണ് അതിലെ ഏറ്റവും വലിയ കാര്യം. അപ്പൊ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്തത്, എനിക്ക് നടക്കണം, എനിക്ക് അവിടെ വരണം എന്നൊക്കെ ഞാൻ നല്ലോണം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ആണ് അമ്മ എന്നെ അവിടെ എത്തിച്ചതെന്നൊന്നും എനിക്ക് അറിയില്ല. ഞാൻ കുറെ അത് തന്നെയാണ് എത്തിച്ചത്, വേറെ ഒന്നുമല്ല. അപ്പൊ ഞാൻ കുറെ അതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ട്രീറ്റ്മെന്റോ അങ്ങനെയൊക്കെ കുറെ ചെയ്തു. അത് കാലിന് ഒരു പ്രശ്നമുണ്ട് മാതാജി, ഡിസ്കിന് പ്രശ്നമുള്ളതുകൊണ്ട് കുറെ നടക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ല ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു നല്ലോണം നടന്നോളൂ, അവിടെ പോകുമ്പോ എല്ലാം മാറും കേട്ടോ. ഞാൻ കണ്ട ഡോക്ടർ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അങ്ങനെ ഞങ്ങള് അവിടെ എത്തി. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം, ഭഗവാൻ ഭയങ്കര കുറുമ്പനാണല്ലോ. അപ്പൊ വൃന്ദാവനത്തിലുള്ള കുരങ്ങന്മാര് ഭയങ്കര കുറുമ്പാ. എന്നാൽ വേറെ എത്ര സ്ഥലത്ത് കുരങ്ങന്മാരുണ്ടെങ്കിലും അവരെ കൊണ്ട് ഒരു പ്രശ്നമില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു, കൃഷ്ണൻ കളിച്ച കളികളൊക്കെ തന്നെ. കാരണം നമ്മൾ കണ്ണട വെച്ചാൽ നമ്മൾ പോലും അറിയില്ല മാതാജി അവര് വന്ന് എടുത്തോണ്ട് പോണത്. അപ്പൊ അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കും കണ്ണട ഉണ്ടെങ്കിൽ കണ്ണട എടുത്തോണ്ട് പോകും, അത് അവര് കളയും. അവരുടെ മൊബൈല്, ബാഗ്, ഇതൊക്കെ വരണവർക്ക്. അപ്പൊ ഞാൻ ആലോചിച്ചു ഭഗവാന്റെ എല്ലാ ട്രെയിനിങ്ങും അവർക്ക് കിട്ടിയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ നമ്മള് വൃന്ദാവനത്തിൽ ചെന്ന് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ അവിടെ
എനിക്കറിയില്ല മാതാജി എങ്ങനെയാ പറഞ്ഞു തരണ്ടേന്ന്. കാരണം ഭഗവാൻ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് അത്രേ അറിയുള്ളൂ. ഭഗവാൻ അവിടെ നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം വൃന്ദാവനത്തിൽ നിന്ന് ഭഗവാൻ പോണില്ല എന്ന് നമുക്ക് പറയണ പോലെ തന്നെ വൃന്ദാവനത്തിൽ എത്തിയാലും നമുക്ക് ആ ഒരു ഫീലിംഗ് ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് വിട്ടു വരുമ്പോ നമുക്ക് ആ ഒരു വല്ലാത്തൊരു വിഷമാണ്. എനിക്ക് അങ്ങനെ തോന്നുക കേട്ടോ. കാരണം ഇനിയിപ്പോ ഒരു കുറച്ച് നാപ്പൊ ഞാനിതൊരു പ്രഭുവിനോട് പറഞ്ഞപ്പോ ആ പ്രഭുവും അങ്ങനെ തന്നെയാ പറഞ്ഞത്. മാതാജി എങ്ങനെ മാതാജിക്ക് വരാൻ തോന്നി? എന്നോട് ആ പ്രഭു ആദ്യം അതാ ചോദിച്ചു. പിന്നെ നമ്മള് ബന്ധാത്മാക്കളാണല്ലോ, വന്നല്ലേ പറ്റൂ. ആ പ്രഭു അതാ പറഞ്ഞു, ഇനി കുറെ നാളത്തേക്ക് നമ്മുടെ മനസ്സ് മുഴുവനും വൃന്ദാവനായിരിക്കും. പിന്നെ രാധാറാണി അവരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, എപ്പോ അവിടുത്തെ ആൾക്കാർ, ഞാനപ്പോ ഒരു റിക്ഷാക്കാരനോട് ചോദിച്ചു, അവര് രാധേ രാധേ എന്നേ പറയുള്ളൂ. അവർക്ക് അവിടെ കൃഷ്ണനില്ല കേട്ടോ. കൃഷ്ണനില്ല എന്നല്ല, അവര് കൃഷ്ണനെ അല്ല, രാധയാണ്. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്താ എപ്പോഴും രാധേ രാധേ എന്ന് പറയണേ? അപ്പൊ അവര് പറഞ്ഞത് എന്നോട്, കൃഷ്ണൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഭയങ്കര സാധന, എല്ലാം തരും നമുക്ക്, പക്ഷെ നമ്മളിട്ട് അതുപോലെ ഇട്ട് വെള്ളം കുടിപ്പിക്കും. രാധാറാണി അങ്ങനെയല്ല, കരുണാമയിയാണ്. അതുകൊണ്ട് ഞങ്ങള് രാധാറാണിയുടെ ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഭക്തര മാതാജി, നമ്മൾ അവിടെ കാണുന്ന ഓരോ ഓട്ടോറിക്ഷക്കാർ മുതല് അവിടെയുള്ള ഓരോരുത്തരും ആ ഭക്തിയൊക്കെ കാണുമ്പോ നമ്മൾക്ക് മനസ്സിലാവണത്, കൃഷ്ണ ഇതാണല്ലോ ശരിയായ ഭക്തി, നമ്മൾക്കൊന്നും ഇല്ലല്ലോ എന്ന് എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കുറെ പറഞ്ഞു വരികയാണെങ്കിൽ എനിക്ക് അറിയില്ല എങ്ങനെയാ പറയണ്ടേന്നുള്ളത്. ഇതൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമായിട്ടാണ് തോന്നുന്നത്. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭുവിനല്ലേ എന്നെക്കാളിലൊക്കെ കൂടുതൽ അവിടെ ഇതുള്ളത്, അതിനെ പറ്റിയുള്ള എന്താ പറയാ അനുഭവങ്ങളുള്ളത്. പോയപ്പോഴെല്ലാം എന്റെ കണ്ണാടി എടുത്തിട്ടുണ്ട് മാതാജി. എല്ലാ ഡിവോട്ടീസിനും കൃഷ്ണനെ സേവിക്കാൻ ഒരേപോലെ അധികാരമുണ്ട് മാതാജി. മാത്രമല്ല ഓരോ ഡിവോട്ടീസിനും ഉണ്ടാവുന്ന റിയലൈസേഷൻ ഓരോ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ വളരെ ഹാപ്പി ആയിരിക്കും. വളരെ നന്ദി മാജി, വളരെ സന്തോഷം. നന്ദി മാജി. മാജി, ഞാൻ ഒന്ന് രണ്ട് അനൗൺസ്മെന്റ് ഒന്ന് ചെയ്തോട്ടെ? നന്ദി മാജി. ഭഗവാന്റെ കൃപയാൽ നമുക്ക് 2 ദിവസം മുമ്പ് ഹിസ് ഹോൾനെസ് ജയപതാക സ്വാമി മഹാരാജിന്റെ ഒരു ഗംഭീര പ്രോഗ്രാം, ഏകദേശം 5000-ഓളം ഡിവോട്ടീസ് ഒരുമിച്ച് കൂടിയ ഒരു വലിയൊരു പ്രോഗ്രാം മധുരൈ ഇസ്കോണിന്റെ കെയർ ഓഫില് മധുരയിൽ വെച്ച് നടന്നിരുന്നു. മഹാഭാഗ്യം കിട്ടി എനിക്കും മഹാരാജിനെ കാണാനും ഭക്തജനങ്ങളെ കാണാനും. അവിടെ ഗുരു മഹാരാജ് 600 ഡിവോട്ടീസിന് ദീക്ഷ കൊടുക്കുകയുണ്ടായി. 600 ഡിവോട്ടീസ്. അപ്പൊ അതൊരു വലിയ ഒരു സെർമണിയും ഒരു വലിയ വൈഷ്ണവന്റെ കാരുണ്യവും നമുക്ക് കാണാൻ കഴിഞ്ഞു. മഹാരാജ് ശാരീരികമായി വളരെ വിവശനായിരുന്നെങ്കിൽ കൂടിയും മഹാരാജ് കാരുണ്യം കൊടുക്കാനും പരദുഃഖ ദുഃഖി എന്നുള്ള രീതിയിൽ ഗുരു മഹാരാജ് ഇത്രയും പേരെ ഭഗവാന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു ഉദ്യമത്തിൽ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. ആ ദീക്ഷ കൊടുക്കുന്ന ദിവസം മഹാരാജ് ശാരീരികമായി വളരെ വീക്കായിരുന്നു. എന്നിട്ട് കൂടി ആ ദീക്ഷ പ്രോഗ്രാം മാറ്റിവെക്കാന്ന് വരെ പലരും പറഞ്ഞിട്ട് കൂടി മഹാരാജ് അത് സമ്മതിക്കാതെ നേരിട്ട് വന്ന് മഹാരാജ് 600 ഡിവോട്ടീസിന് ദീക്ഷ കൊടുക്കുന്ന ഒരു സെറമണി കാണാനുള്ള മഹാഭാഗ്യം എനിക്കും കിട്ടി. അതിനുശേഷം അവിടെ നിന്നും ഡിവോട്ടീസ് ഒരു യാത്ര, സവാരി യാത്ര എന്നുള്ള രീതിയിൽ യൂറോപ്പ് ഭാഗത്ത് നിന്നുമുള്ള കുറെ ഡിവോട്ടീസ്, ഹിസ് ഹോൾനെസ് വിഘ്ന വിനാശ നരസിംഹ മഹാരാജ്, മറ്റൊരു നരസിംഹ മഹാരാജ്, അങ്ങനെ 2 മഹാരാജും കൂടെ തിരുവനന്തപുരം ഇസ്കോണിലേക്ക് വരികയുണ്ടായി. ഇന്നലെ ഒരു വലിയ ഗംഭീര പ്രോഗ്രാം നമ്മുടെ ഇസ്കോൺ ട്രിവാൻഡ്രത്തിൽ വെച്ച് നടന്നു. നല്ല മനോഹരമായ കീർത്തനത്തിൽ ഫോറിൻ ഡിവോട്ടീസ് പങ്കുകൊള്ളുകയും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുമുള്ള മഹാഭാഗ്യം നമ്മുടെ തിരുവനന്തപുരം ഡിവോട്ടീസിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇന്നലെ ചൈതന്യ ചരിതാമൃതം ക്ലാസ്സും ഭഗവത്ഗീത ക്ലാസ് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. ഇന്നും നാളെയും കൂടെ അവരുടെ നല്ല കീർത്തൻ പ്രോഗ്രാം നമ്മുടെ ഇസ്കോൺ ട്രിവാൻഡ്രത്തിൽ വെച്ച് ഉണ്ടാകുന്നതാണ്. പിന്നെ 6-ാം തീയതിയുള്ള പ്രോഗ്രാം നമ്മുടെ ശ്രീരാമചന്ദ്ര ജയന്തിയുടെ ഒരു പ്രോഗ്രാമും കൂടെ ഉണ്ട് എന്നുള്ളത് ജസ്റ്റ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നിരുന്നാലും ഞാനൊരു അനൗൺസ്മെന്റ് എന്നുള്ള രീതി പറയുന്നു. പിന്നെ ഒരു സന്തോഷ വാർത്തയും കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഡിവോട്ടീസ് പിള്ളേരുടെ പ്രോഗ്രാം നന്നായി നടത്തണം എന്ന് ആഗ്രഹിച്ചതിന്റെ ഭാഗമായി ഓൺലൈനിലുള്ള ഭാഗവതം ക്ലാസ്സൊക്കെ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് സക്സസ് ആക്കിയ സ്ഥിതിക്ക് പിള്ളേർക്കും കൂടി ഉള്ളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണി മുതൽ 9 മണി വരെയുള്ള സമയത്ത് പിള്ളേരുടെ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നു. ഹിസ് ഗ്രേസ് വംശീധാരി മോഹനദാസ് പ്രഭു ആണ് ക്ലാസ് എടുക്കുന്നത്. വളരെ സീനിയർ വൈഷ്ണവനും അതുപോലെ തന്നെ നല്ലൊരു ഡിവോട്ടി, നല്ല പേരുകേട്ട ഒരു ഡിവോട്ടിയുമാണ് ആ പ്രഭു. അറിയാവുന്നവർക്ക് അറിയാം. അദ്ദേഹത്തിൻ്റെ ഗംഭീര ക്ലാസ് പിള്ളേർക്ക് വേണ്ടി നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണം. അത് സാധാരണ നമ്മൾ 8-ാം ക്ലാസ് മുതൽ പഠിക്കുന്ന പിള്ളേർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം ആയിട്ടാണ് മാറ്റിയിരിക്കുന്നത്.
അതിനുശേഷം അതിന് താഴെ UP LP എന്നിങ്ങനെ 2 സെക്ഷനിലും കൂടെ ക്ലാസ് നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഹിസ് ഗ്രേസ് അതിചന്ദ്ര പ്രഭുവിൻ്റെ മകൾ പിള്ളേരുടെ കൊച്ചു പിള്ളേരുടെ പ്രോഗ്രാം എടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള സന്തോഷ വാർത്ത ഇതിനാൽ അറിയിച്ചു കൊള്ളട്ടെ. അപ്പോൾ അത് മിക്കവാറും ശനിയാഴ്ച ദിവസങ്ങളിലാണ് നടത്താൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ സമയവും കാര്യങ്ങളെല്ലാം ഒന്നുകൂടി സംസാരിച്ചിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. ആ പ്രായത്തിലുള്ള UP സെക്ഷനിലുള്ള പിള്ളേർ ആരെങ്കിലും നമ്മുടെ കൂടെ ഉള്ള മാതാജീസിനും പ്രഭുസിനും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ദയവായി ശ്രമിക്കുക. അതിനുശേഷം നമ്മൾ LP പിള്ളേരെയും കൂടെ നമ്മൾ ഉൾപ്പെടുത്തി മറ്റൊരു സെഷനും കൂടെ തുടങ്ങുന്നതാണ്. പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് രാമായണ മഹാഭാരതം ഇതിൻ്റെ ക്ലാസ് വേണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹെർഗ്രേസ് ഹരിപ്രിയ മാതാജി നല്ല രീതിയിൽ രാമായണ ക്ലാസ് ആൾറെഡി നടത്തുന്നുണ്ട്. അത് മാതാജിയുടെ യൂട്യൂബ് ചാനലിൽ അപ് ടു ഡേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാവരും രാമായണത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്നാൽ മഹാഭാരതത്തിന് വേണ്ടിയുള്ള ക്ലാസ് പൊതുവെ ഇസ്കോൺ സ്റ്റാൻഡേർഡിൽ നമുക്കില്ല. അപ്പോൾ ആ ഒരു കുറവ് ഹിസ് ഗ്രേസ് അകിഞ്ചന മാധവദാസ് പ്രഭു നികത്താൻ എന്ന് പറഞ്ഞു സമ്മതിച്ച് പ്രഭു മുന്നോട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആഴ്ചയ്ക്ക് 2 ദിവസം വൈകുന്നേരം 6 മുതൽ 7 മണി വരെയുള്ള സമയം മഹാഭാരതം നമ്മൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ മഹാഭാരതത്തിൻ്റെ വിവിധ കഥകൾ ഇസ്കോൺ സ്റ്റാൻഡേർഡിൽ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല തുടക്കം മുതൽ. അപ്പോൾ അത് നല്ലൊരു സെഷനായി നമുക്ക് വരുമെന്ന് ഉറപ്പിക്കാം. ശരിയാണ്, എല്ലാവർക്കും എല്ലാ ക്ലാസ്സും കയറാൻ കഴിയില്ല. മൊത്തം ക്ലാസ് ആയി പോയാൽ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്നിരുന്നാൽ കൂടിയും ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് ആ സമയത്ത് നമുക്ക് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ കൂടി മറ്റൊരു അവസരത്തിൽ നമുക്ക് കേൾക്കാവുന്നതാണ്. എന്തായാലും ഹിസ് ഗ്രേസ് അകിഞ്ചന മാധവപ്രഭുവിനോട് നന്ദി പറയുന്നു. മിക്കവാറും എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആയിരിക്കും, ഫൈനലായിട്ട് ആയിട്ടില്ല. അപ്പോൾ അത് അടുത്ത ആഴ്ച മുതൽ നമുക്ക് തുടങ്ങാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. വളരെ നന്ദി. എല്ലാ ഭക്തജനങ്ങളും ദയവായി ഈ പ്രോഗ്രാംസ് എല്ലാം നമുക്ക് ചുറ്റുമുള്ള നമ്മൾ പ്രീച്ച് ചെയ്യുന്ന ഡ്യൂട്ടിമാർക്ക് ഷെയർ ചെയ്ത് നമുക്ക് മിനിമം ഒരു 100 ഡ്യൂട്ടീസ് വെച്ചെങ്കിലും നമുക്ക് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ കഴിയട്ടെ. ഇപ്പോൾ ഭാഗവതം ക്ലാസ്സിന് 50-ൽ മേളിൽ ഡ്യൂട്ടീസ് പങ്കെടുക്കുന്നുണ്ട്. നമുക്ക് 100 പേരും 1000 പേരൊക്കെ ആക്കാൻ പറ്റുക തന്നെ ചെയ്യും. നമുക്ക് അതിന് ശ്രമിക്കാം. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. നന്ദി പ്രഭുജി, നന്ദി മാതാജീസ്. ഇന്ന് നന്നായി ക്ലാസ് എടുത്ത പ്രിയപ്പെട്ട മാതാജിയോട് ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. താങ്ക് യു മാതാജി. वैष्णवेभ्यो नमो नमः. नंदगौड़ी वैष्णव वृंद की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय. निताय गौर ब्रह्मानंद हरि हरि. ഞങ്ങളുടെ ദീക്ഷാഗുരുവാണ് ജയപതാക സ്വാമി ഗുരു മഹാരാജ്. അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ നമസ്കരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ.